ഇനി മേലെ നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകുന്നത് അറിയിക്കോളാം ഈ വീട്ടിൽ നിന്ന്. അച്ഛൻ എന്നോട് വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു. ഞാൻ പോവാ. എങ്ങോട്ടെങ്കിലും. അശ്വതിയെ കാണാൻ ഞാൻ വരും. ബാലേട്ട വരുന്ന നോക്കി ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കും. എന്റെ പേര് കഴിയുന്നവൻ ആരായി? ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇപ്പൊ തന്നെ അച്ഛനോട് തുറന്നു പറയണം, അച്ഛന്റെ മകൻ ഞാനാണെന്ന്. എന്താ? ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. എന്റെ അച്ഛനെ കാണാൻ എവിടാണോ വരുന്നത്? വേറെ എവിടെ പോകാൻ? ഞാൻ സ്കൂളിൽ പോകുമ്പോൾ താഴത്തെ ഈ പുഴ വരെ അച്ഛൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. പാലമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ കടത്താറുള്ളത്. അച്ഛൻ ഓർമ്മയുണ്ടോ എന്തോ? പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല, ഒന്നും. അമ്മ മരിച്ചപ്പോ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞില്ല. അമ്മയെ കാണാൻ വാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഈ വിരൽ മുറിച്ചു. ചോര കണ്ട് എന്റെ പെങ്ങള് ബോധം കെട്ടു വീണു. സൂക്ഷിച്ചു നോക്കി, ഞാൻ ബാലനാണ്, അച്ഛന്റെ മോൻ. നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ച് ചെന്നത് അവൾ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാനാ. എങ്ങു നിന്നോ വന്നൊരുത്തൻ അച്ഛൻ്റെ മകനായതും അവന്റെ നെഞ്ചിൽ കിടന്ന് അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോ സഹിച്ചില്ല അച്ഛാ. അച്ഛൻ ഇനിയും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം. എന്നെ ബാലനായി അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അവൻ കള്ളനാണ്. ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാരും ചതിക്കുകയാണ് അച്ഛാ. അച്ഛാ എന്താ ഈ നിൽക്കുന്ന ആരാന്ന് നിനക്കറിയോ? ഇനി സത്യം പറ, നീ എന്റെ ബാലനാണോ? അതെ. ഞാൻ നിർത്ത്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാവോ? കഴിയുന്നില്ലല്ലേ? കഴിയില്ല. വേണ്ട വേണ്ട, നീ കള്ളനാ. ഇതാ എന്റെ മോൻ, എന്നെ കാണാൻ വന്നിരിക്കുന്നു. അശ്വതി, ഇവൻ നിന്റെ ബാലനല്ല. എന്റെ ബാലേട്ടനാണോ? എന്റെ ബാലേട്ടനാണോ? എന്റെ ബാലേട്ടനാണോ? അല്ല, ഞാൻ നിന്റെ ബാലേട്ടനല്ല.
അശ്വതി മോളെ അവിടെ നിൽക്ക് മോളെ. അശ്വതി നീ എങ്ങനെയാ പോണേ മോളെ? മോളെ അശ്വതി മോളെ. അശ്വതി മോളെ. മോളെ അശ്വതി മോളെ. അശ്വതി അശ്വതി മോളെ അവിടെ നിൽക്ക് മോളെ. മോളെ. മോളെ അശ്വതി അവിടെ നിൽക്കണ്ട. അശ്വതി ഇല്ല, പാടില്ല. ഒരുപക്ഷെ എൻ്റെ അശ്വതിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവൻ ആരാണെന്ന് അറിയുന്നതുവരെ ഈ സത്യം എന്നെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ. എന്റെ ദൈവമേ, പുഴയെ വെള്ളം കാണണേ. ഡോ, ഇവിടെ വന്ന് കിടക്കുകയാണല്ലേ? സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് താൻ എന്റെ കൂടെ ലീലാവതി അമ്മയുടെ വീട് വരെ വന്നത്. എന്റെ ഒരു സമയദോഷം. വല്ലതും ചില്ലറ കിട്ടുന്ന വീടായിരുന്നു. താൻ കാരണം അത് ഇല്ലാണ്ടായി. അവര് പറഞ്ഞ എന്താണെന്നറിയോ, ഞാനൊരു വീടനെയും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നതെന്ന്. താൻ ഇപ്പൊ സത്യം പറയണം. എന്താ നിന്റെ പേര്? ബാബു. എവിടെ നിന്ന് വരുന്നു? കുറച്ച് ദൂരെ നിന്നാ. സത്യം പറ, താൻ മോഷ്ടാവോ കൊലയാളിയോ അതോ സ്മഗ്ലറോ? ഇവിടെ ആര് തിരക്കി വന്നു? ഞാനൊരു പ്രഭാവതിയമ്മയെ തിരക്കി വന്നതാ. ഈ പ്രദേശത്ത് ആകെ ഒരു പ്രഭാവതി അമ്മയല്ലേ ഉള്ളൂ. അത് എന്റെ അമ്മയാണല്ലോ. അവരെ തന്നെയാ. എന്റെ അമ്മ. നാരായണ നാരായണ നാരായണ. ആരാ? ഞാനാ. എന്താ ഈ നേരത്ത്? ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റി. ആ പെൺകുട്ടിയെ ചെന്ന് കണ്ട് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവിടെ ചെല്ലുന്നത് ഭംഗിയല്ലല്ലോ. ഒന്ന് കുമ്പസാരിക്കാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? സാരമില്ല, പൊയ്ക്കോ. അച്ഛാ. മോളെ, എന്താ മോൾ എന്നെ വിളിച്ചായിരുന്നു? ഇല്ല. എന്നാ എനിക്ക് തോന്നിയായിരിക്കും.